ഹായ്, ശരത്താണ്. NBFCസും ബാങ്കുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ഈ പറയാനായിട്ട് പോകുന്നത്. അതും നമുക്ക് ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ഇൻഡെപ്ത് ആയിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. NBFCനെ ആണെങ്കിലും അതേപോലെ തന്നെ ബാങ്കുകളെ ആണെങ്കിലും റെഗുലേറ്റ് ചെയ്യുന്ന RBI ആണ്. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം RBIയുടെ റെഗുലേഷൻ കുറച്ച് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്കുകൾക്ക് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള ഏതെങ്കിലും ബാങ്കുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയെ തന്നെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമ്മുടെ എക്കണോമി ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ബാങ്കുകൾ സർവേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ റെഗുലേഷൻസ് കുറച്ചും കൂടെ കൂടുതലാണ്. അതേസമയം NBFCനെ സംബന്ധിച്ചിടത്തോളം അത്രയും രീതിയിലുള്ള റെഗുലേഷൻസിന്റെ പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ ബാങ്കുകൾക്ക് CRRഉം അല്ലെ SLR പോലത്തെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ രീതിയിലുള്ള ഗൈഡൻസുകളും കാര്യങ്ങളൊന്നും NBFCയെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല. ഇനി ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ബാങ്കുകൾക്ക് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. NBFCകൾക്ക് ഈ രീതിയിൽ ഡിപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ്സിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്കുകൾ അല്ലെങ്കിൽ NBFCകൾ എന്താണ് ചെയ്യുന്നത്, അവർ ഫണ്ട് പുറത്തുനിന്ന് എടുത്തിട്ട് അത് മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിന് അവർ കൂടുതൽ പലിശയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു കുറഞ്ഞ പലിശയ്ക്ക് ഫണ്ട് എടുത്തിട്ട് കൂടുതൽ പലിശയ്ക്ക് ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാങ്കുകൾക്ക് ഏറ്റവും കുറഞ്ഞ പലിശയിൽ ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ഫണ്ട് കിട്ടുന്ന ഒരു ഏരിയയാണ് കാസ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട്, സേവിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. NBFCകളെ സംബന്ധിച്ചിടത്തോളം ഈ കാസ അക്കൗണ്ടുകൾ അവർക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമുക്ക് പോലും അറിയില്ലല്ലോ നമ്മുടെ ഇപ്പോൾ SB അക്കൗണ്ടിൽ എത്ര പലിശ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം. സോ അത്രയും നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചെറിയ എമൗണ്ട് ആണ് നമുക്ക് SB അക്കൗണ്ടിൽ, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് പലിശയായിട്ട് വരുന്നത്. സോ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരുപാട് എമൗണ്ട് ഈ കുറഞ്ഞ പലിശയ്ക്ക് അവർക്ക് അവൈലബിൾ ആവും. NBFCക്ക് അത് അവൈലബിൾ ആകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ NBFCs എവിടെ നിന്നാണ് ഫണ്ട് എടുക്കുന്നത്? അവർ ഈ ഫണ്ട് സോഴ്സ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഈ ബാങ്കുകളിൽ നിന്നാണ്. ബാങ്കുകൾക്ക് കിട്ടുന്ന ഫണ്ടിന്റെ അവർക്ക് കിട്ടുന്ന കോസ്റ്റിനെ കഴിഞ്ഞും കുറച്ചുകൂടെ കൂടിയ പലിശയ്ക്കുള്ള എന്തായാലും ബാങ്കുകൾ ഈ NBFCക്ക് ഫണ്ട് കൊടുക്കുള്ളൂ. സോ NBFCകൾക്ക് ഫണ്ട് കിട്ടുന്ന ബാങ്കിനെ കഴിഞ്ഞും കൂടിയ റേറ്റിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും NCDs, അതായത് നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അതിൽ കൂടെ അവർ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഇവർ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഏരിയ നല്ല ഇവർ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഇവരുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ്, അതായത് NBFCക്ക് ഫണ്ട് കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ കൂടിയ പലിശയായിരിക്കും. സോ ഇതാണ് ഇവർ തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. ബാങ്കുകൾക്ക് കൂടുതൽ ഫണ്ട് കുറഞ്ഞ പലിശയിൽ കിട്ടും. NBFCകളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ അവർക്ക് ഫണ്ടിന് സോഴ്സ് ഇല്ല. ഇവർക്ക് കൂടുതൽ പലിശ കൊടുത്തേ ഉള്ളൂ ഫണ്ട് കിട്ടുള്ളൂ. ഇതാണ് ഇവർ തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. ഇനി ഇവരുടെ ബിസിനസ്സുകളിലേക്ക് വന്നാൽ ബാങ്കുകൾ മെയിനായിട്ട് ലോൺ കൊടുക്കുന്ന ഈ കോർപ്പറേറ്റുകൾക്ക്, അതല്ലെങ്കിൽ സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അവരുടെ പ്രൈം ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്. സോ ആ രീതിയിൽ ഇവർക്ക് കുറച്ചുകൂടി ഡോക്യുമെന്റേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ അത് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ അവർ ലോൺ കൊടുക്കുള്ളൂ. അതേസമയം NBFCകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇവർ കൂടുതൽ ലോൺ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ MSMEസിന്, അതല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് ലോണുകൾ, സോ ഈ രീതിയിലുള്ള ഗോൾഡ് ലോണുകൾ, സോ ഇങ്ങനത്തെ ലോണുകളാണ് ഇവർ കൂടുതലായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ലോണുകൾക്ക് കുറച്ചുകൂടെ റിസ്ക് കൂടുതലാണ്. ഇവരുടെ ഡോക്യുമെന്റേഷനും കുറച്ച് കുറവാണ്. ഇപ്പം നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബാങ്കുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള SBIയിൽ ചെന്ന് നമ്മൾ ലോൺ ആപ്ലിക്കേഷൻ കൊടുത്താൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് അതിനകത്ത് ആവശ്യമുണ്ട് ലോണിൻ്റെ. അവർ ITR പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ എത്രയാണോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അവർക്ക് എത്രയാണോ ആവറേജ് ബാലൻസ് വേണ്ടത് അത് നമ്മൾ അതിൽ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ NBFCയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ നാട്ടിലൊരു ചെറിയൊരു കട നടത്തുന്ന ഒരാളാണെങ്കിൽ ആളിപ്പോൾ റെഗുലർ ആയിട്ട് ഡെയിലി കിട്ടുന്ന ഫണ്ട് ചിലപ്പോൾ ബാങ്കിൽ ഇട്ടൊന്നും വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഇവർക്ക് ഈ അക്കൗണ്ടിങ് ഉണ്ടാവില്ല, എത്ര ഫണ്ട് വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ബിസിനസ്സുകൾക്ക് ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് അപ്രോച്ച് ചെയ്യുന്നത് ഈ NBFCസിനെയാണ്. സോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പേഴ്സണലായിട്ട് ഇവരുടെ എക്സിക്യൂട്ടീവ്സ് വന്നിട്ട് ഇവർക്ക് എത്ര ബിസിനസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ എത്രയാണ് ഇവർക്ക് അക്കൗണ്ട് ത്രൂ അല്ലാതെ തന്നെ ഇവർ കയ്യിൽ വരുന്നത്. സോ ആ രീതിയിലൊക്കെ ഇവരുടെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താണ് NBFCs ലോൺ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് കുറച്ച് കൂടുതലാണ്. റിസ്ക് കൂടുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത്, റിവാർഡ് കൂടുതലായിരിക്കും. അതായത് NBFCസിന്റെ പലിശ കൂടുതലായിരിക്കും. അവരുടെ ഈൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കുകളിലെ ഈൽഡിനെ കഴിഞ്ഞും കൂടുതലായിരിക്കും. കാരണം ഒന്നാമത്തെ കാര്യം അവർക്ക് കിട്ടുന്ന ഫണ്ട് തന്നെ കൂടുതൽ പലിശയ്ക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ പലിശയിൽ തിരിച്ച് കൊടുത്താലേ ഉള്ളവർക്ക് ഈ കിട്ടിയ പലിശയിൽ നിന്ന് ഇവർ കൊടുക്കുന്ന പലിശ, ആ ഒരു ഡിഫറൻസ് ആണല്ലോ ഇവരുടെ ലാഭം എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് ഇവരുടെ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് മിച്ചമുള്ളതാണ് ലാഭം. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടിയ പലിശയ്ക്ക് കൊടുത്താലേ ഉള്ളൂ ആ സ്പ്രെഡ് അവർക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. സെയിം ടൈമിൽ നാളെ ഒരാൾ ഇതിനകത്ത് ഡിഫോൾട്ട് വരുത്തിയാൽ പോലും ഇവർക്കത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്പ്രെഡ് കുറച്ചുകൂടി വലുതായിരിക്കും. ബാങ്കുകളുടെ സ്പ്രെഡിനെ കഴിഞ്ഞും കൂടുതലായിരിക്കും ഈ പറഞ്ഞ NBFCസിന്റെ സ്പ്രെഡ്, അതായത് ഇവർ കൊടുക്കുന്ന പലിശ ഇവർ വാങ്ങുന്ന പലിശ തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ അതുപോലെ NBFCയുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റിസ്ക് കൂടുതലുള്ള കസ്റ്റമേഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് കൂടുതലായിരിക്കും. ഇവർ കൂടുതലായിട്ട് പ്രൊവിഷൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ട്. പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ലോണുകളിൽ ഡിഫോൾട്ട് വരാൻ സാധ്യത ഉള്ളതിനനുസരിച്ചിട്ട് ഇവർ ഒരു എമൗണ്ട് ആ ലോണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. സോ അത് കൂടുതലായിരിക്കും. അത് കൂടുന്നതിനനുസരിച്ചിട്ട് ഇവർക്ക് കൂടുതലായിട്ടുള്ള ഫണ്ട് യൂസ് ചെയ്യാനുണ്ടാവില്ല. കാരണം ഇവരുടെ പ്രോഫിറ്റിൽ നിന്നാണ് മാറ്റി വെക്കേണ്ടി വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് ബാങ്കുകളെ കഴിഞ്ഞ് കൂടുതലായിരിക്കും. കൂടുതൽ പ്രൊവിഷൻസും വെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് മുഴുവൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ബാങ്കുകളെ സെപ്പറേറ്റ് ആയിട്ട് NBFCനെ സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ നോക്കാനായിട്ട്.
കാരണം NBFCസിൻ്റെ സ്പ്രെഡും അല്ലെ അതിൻ്റെ ഈൽഡും ബാങ്കുമായിട്ട് കമ്പയർ ചെയ്താൽ NBFCയുടെ അത് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ ഈൽഡും അതിൻ്റെ പെർസെൻറ്റേജുകൾ കുറവായിട്ട് തോന്നും. സെയിം ടൈമിൽ ക്രെഡിറ്റ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ അല്ലെങ്കിൽ NPSന്റെ നമ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഈ NBFCസിൽ കൂടുതലും ബാങ്കിൽ കുറവായിട്ട് തോന്നും. സോ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ NBFCസിനെ നമ്മൾ NBFC ആയിട്ട് വേണം കമ്പയർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. NBFCസിന് ഈ പറഞ്ഞ സ്പ്രെഡ് അല്ലെങ്കിൽ ഈൽഡ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടുതലായിരിക്കും. അവരുടെ ROE കൂടുതലായിരിക്കും, ROA കൂടുതലായിരിക്കും. സോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം NBFCസിന് കൂടുതലായിരിക്കും. അവരുടെ റിസ്ക്കും അതുപോലെ കൂടുതലായിരിക്കും. അതേപോലെ ഇവരുടെ കോസ്റ്റ് ഓഫ് ബോറോയും കൂടുതലായിരിക്കും. ഇവർ കൊടുക്കുന്ന ആളുകളും കസ്റ്റമേഴ്സും വ്യത്യാസം ഉണ്ടാകും. അതായത് NBFCസ് കൊടുക്കുന്ന ലോണുകൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും ചെറിയ ലോണുകളായിരിക്കും. അതേസമയം ബാങ്കുകൾ കൊടുക്കുന്നത് കൂടുതലും വലിയ കോർപ്പറേറ്റ് ലോണുകൾ അല്ലെങ്കിൽ വലിയ വലിയ എമൗണ്ടുകളായിരിക്കും കൊടുക്കുന്നത്. NBFCസ് ചിലപ്പോൾ കൊടുക്കുന്നത് 10,000 രൂപ, ചിലപ്പോൾ 20,000 രൂപയായിരിക്കും ചിലപ്പോൾ ലോണായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ബിസിനസ്സിനെ നേരിട്ട് കമ്പയർ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഒന്ന്, ഡിപ്പോസിറ്റ് NBFCക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ് ഹൈ ആയിരിക്കും, ബാങ്കിനത് കുറവായിരിക്കും. ഇവർ കൂടുതൽ NBFCസ് കൂടുതൽ കൊടുക്കുന്നത് അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോണുകളായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ കസ്റ്റമേഴ്സ് കുറച്ചുകൂടെ റിസ്ക് കൂടുതലായിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും. അതായത് ഇവരുടെ ലോൺ ഡിഫോൾട്ട് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്പ്രെഡ് അല്ലെങ്കിൽ ഈൽഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടുതലായിരിക്കും. പിന്നെ ഈ റേഷ്യോസും ഫിഗേഴ്സും എല്ലാം നോക്കിയാൽ ഇതിൽ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. സോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേനും NBFCസിനെ NBFCസ് ആയിട്ടും അതേപോലെ തന്നെ ബാങ്കുകളുമായിട്ടും നമ്മൾ കമ്പയർ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ സ്റ്റോക്കുകളെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് SBFC ഫിനാൻസിൻ്റെ റിസൾട്ടാണ്. സോ അതൊരു NBFC ആണ്. സോ അതിൻ്റെ റിസൾട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തിരുന്ന DCB ബാങ്കിൻ്റെയൊക്കെ റിസൾട്ടാണ്. സോ നമ്മൾ ഇതിനെ നമ്മൾ ഡയറക്റ്റ് കമ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഏതാണ് നല്ല ബിസിനസ് ഏതാണ് മോശം ബിസിനസ് എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള കമ്പാരിസൺ ആയിരിക്കത്തില്ല ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്താൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അടുത്ത വീഡിയോ SBFC ഫിനാൻസിൻ്റെ റിസൾട്ട് ആയിരിക്കും. നമുക്ക് ആ വീഡിയോയിൽ കാണാം.